നമസ്കാരം. എറണാകുളം നെട്ടൂരിൽ നിന്ന് കണ്ടെയ്നർ ലോറി കസ്റ്റഡിയിലെടുത്ത പോലീസ്. കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാജസ്ഥാൻ സ്വദേശികളാണ് പിടിയിലായിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടെയുണ്ടായിരുന്ന ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കായി തിരച്ചിൽ ശക്തമാക്കി. പോലീസുകാർ പുറത്ത് കാത്തു നിൽക്കവേ സ്റ്റേഷനിലെ ശുചിമുറിയുടെ ജനലിളക്കി രക്ഷപ്പെട്ട പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. കഴിഞ്ഞ വർഷം തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും. അന്ന് പോലീസ് വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കാറ് കടത്തിയെന്ന സംശയത്തെ തുടർന്നാണ് പോലീസ് തിരച്ചിൽ നടത്തിയത്. ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഒരു കണ്ടെയ്നർ ലോറി ഇതുവഴി പോകുന്നുവെന്നായിരുന്നു ലഭിച്ച വിവരം. പുലർച്ചെ 4:30 നടത്തിയ അന്വേഷണത്തിലാണ് ലോറി പിടികൂടുന്നത്. AC-യും അനുബന്ധ വസ്തുക്കളുമാണ് കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത്. ഇവ മാറ്റി വീണ്ടും പരിശോധിച്ചപ്പോൾ ഗ്യാസ് കട്ടർ അടക്കമുള്ളവ ഇതിൽ നിന്ന് കണ്ടെത്തി. സംശയാസ്പദകരമായ സാഹചര്യത്തിലായതിനാൽ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഊട്ടിയിൽ നിന്ന് കാറ് കവർന്ന് കടത്തിയെന്ന സംശയത്തിലാണ് എറണാകുളം പനങ്ങാട് കണ്ടെയ്നർ ലോറി കസ്റ്റഡിയിലെടുത്തത്. രാജസ്ഥാൻ രജിസ്ട്രേഷനിലായിരുന്നു കണ്ടെയ്നർ ലോറി. കവർച്ചാ സംഘമെന്ന സംശയത്തെ തുടർന്നാണ് പനങ്ങാട് പോലീസ് ഇന്നലെ കണ്ടെയ്നർ ലോറിയെയും 3 പേരെയും കസ്റ്റഡിയിലെടുത്തത്. പനങ്ങാട് നെട്ടൂർ വെച്ചായിരുന്നു ഇവരെ കണ്ടെയ്നർ തടഞ്ഞു നിർത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാലേക്കര ടോൾ പ്ലാസ കടന്നുപോയതിനു ശേഷം കണ്ടെയ്നറിനെ പോലീസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത 3 പേരെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു. ഇതിലൊരാൾക്ക് ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ഇയാളെ ശുചിമുറിയിൽ എത്തിച്ചു. പിന്നാലെ സ്റ്റേഷനിലെ ബാത്റൂം അകത്തുനിന്ന് ലോക്ക് ചെയ്തതിനു ശേഷം ജനൽ പൊളിച്ചാണ് പുറത്തു ചാടി രക്ഷപ്പെട്ടത്. ബാക്കി 2 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുക. കണ്ടെയ്നർ പോലീസ് തുറന്ന് പരിശോധിച്ചിരുന്നു. ഗ്യാസ് കട്ടർ പോലുള്ള സാധനങ്ങൾ കിട്ടിയതിനാൽ തന്നെ ഇവർ കവർച്ചാ സംഘമാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴും.